കണ്ടോ 00 തന്നെ നിൽക്കുന്നത്. ഇതാണ് ഒറിജിനൽ സാധനം. നമസ്കാരം, കരികുന്ന സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് മിനറൽ വാട്ടർ, ബാറ്ററി വാട്ടർ, മഴവെള്ളം, കിണർ വെള്ളം, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള വെള്ളങ്ങൾ, ഇതിനകത്തുള്ള അതിൻ്റെ TDS അല്ലെ PPM, അതിൻ്റെ ഒരു ടെസ്റ്റിങ്, അതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ അഡിറ്റീവ്സ് ബാറ്ററിക്കകത്ത് ആയുസ് കൂട്ടാൻ വേണ്ടി ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നിരവധി ആൾക്കാർ എന്നോട് വാട്സപ്പ് ചെയ്ത് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ഇതിനകത്തെ ഡിസ്റ്റിൽ വാട്ടർ ഏറ്റവും ഗുണമേന്മയുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ നമുക്ക് മഴവെള്ളം ഇതിനകത്ത് ബാറ്ററിക്കകത്ത് ഒഴിക്കുന്നതിനകത്ത് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിച്ചാൽ മതിയോ, ഇങ്ങനെ കുറേ സംശയങ്ങൾ. അപ്പം ബാറ്ററി വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ നമ്മൾ കുടിക്കുന്ന മിനറൽ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ നമുക്ക് അതിനകത്ത് നമ്മൾ ഈ മീറ്റർ വെച്ച് അളന്ന് നോക്കിയാൽ മിനറൽ വാട്ടറൊക്കെ എങ്ങനെയാണ് TDS കാണിക്കുക, TDS എന്താണ്, അതിൻ്റെ PPM എന്നാണ് ഇത് അളക്കുന്ന അതിൻ്റെ ആ യൂണിറ്റിന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ വെള്ളത്തിൻ്റെ ഗുണമേന്മ പറയുമ്പം ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് pH 0 ആയിരിക്കണം എന്ന് പലരും പറയും. ശരിക്കും അങ്ങനെ പറയുന്നത് തെറ്റായിട്ടൊരു കാര്യമാണ്. pH എന്ന് പറയുന്നത് ശരിക്കും അതിന് 0 എന്ന് പറയുന്നതിന് ശരിക്കും തെറ്റാണ്. pH എന്ന് പറയുന്നത് ആസിഡിൻ്റെ അംശം എന്തുമാത്രമുണ്ട്, ആൽക്കലിയുടെ അംശം എന്തുമാത്രമുണ്ട് എന്നുള്ളതാണ് pH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ pH 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരിക്കും ന്യൂട്രൽ. 0 എന്നല്ല പറഞ്ഞാൽ ശരിക്കും ന്യൂട്രൽ എന്ന് പറയുന്നതാണ് pHൻ്റെ ആ സെൻട്രൽ വരുന്ന ആ ഒരു ലെവൽ. അപ്പോൾ അവിടുന്ന് താഴേക്ക് മുകളിലേക്ക് വേണം നമ്മൾ pH എടുക്കുന്നത്. അപ്പോൾ താഴേക്ക് ഇപ്പോൾ 6, 5, 4 എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോരുമ്പോൾ അത് അസിഡിറ്റി ആയിട്ട് നമ്മൾ പറയും, അല്ലെങ്കിൽ അമ്ലഗുണം ഉള്ളതെന്ന് നമ്മൾ പറയും. അതിലേക്ക് 8, 9, 10 എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അതിന് നമ്മൾ ആൽക്കലി അല്ലെങ്കിൽ ക്ഷാരം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ വരുന്ന ഈ 7 ആണ് ശരിക്കും നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ഈ 0. സാധാരണ ആൾക്കാർ 0 എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ശരിക്കും 7 വരുന്നത് കേട്ടോ. ഞാൻ വെറുതെ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞുള്ളൂ. സാധാരണ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഒത്തിരി ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണിത്. അപ്പോൾ നമുക്ക് ഈ pH നോക്കിക്കൊണ്ട് നമ്മളല്ല ശരിക്കും ബാറ്ററിക്കകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അതുപോലെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്താണെങ്കിൽ നമ്മൾ pH മാത്രം നോക്കിയാൽ അങ്ങനെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. pH നോക്കുന്ന പ്രധാനമായിട്ട് എവിടെയാണ്, നമ്മളിപ്പോൾ ഈ മീൻകുളമൊക്കെ ആണെങ്കിൽ മീൻ ചത്തു pH കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്നതല്ല. അപ്പോൾ അതിനകത്ത് എപ്പോഴും നമ്മൾ pH നോക്കിക്കൊണ്ടിരിക്കും. ഓരോ മീനിനും ഓരോ pH വാല്യൂ ഇത്രയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് pH അത്ര പ്രധാനപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ pH നമുക്ക് 7 തന്നെയാണ് ശരിക്കും വേണ്ടത്. പക്ഷേ അങ്ങോട്ടും ശകലമൊന്നും മാറി നോർത്തും നമുക്ക് വലിയൊരു പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാറ്ററി വാട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് 0 ആകേണ്ട ഒരു കാര്യമെന്ന്. അതായത് നമ്മൾ ബാറ്ററി വാട്ടറിനകത്ത് ഇപ്പം നമുക്ക് മഗ്നീഷ്യം, പൊട്ടാസ്യം, അതേപോലെയുള്ള ഉപ്പിൻ്റെ അംശം ഉണ്ടാവും, അതുപോലെ തന്നെ കാൽസ്യം, ഇങ്ങനെയുള്ള ഒരുപാട് മിനറൽസ് ഉണ്ട്. ഇതാണ് നമുക്ക് ശരിക്കും 0 ആയി കിട്ടേണ്ടത്. അങ്ങനെ 0 ആയില്ലെങ്കിലുള്ള പ്രശ്നം ഇതിനകത്ത് വൈദ്യുതി നന്നായിട്ട് കടന്നു പോകും. ഇപ്പം ശരിക്കും H2O എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിനകത്താണെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സംഗതി അല്ലത്. പക്ഷേ നമുക്കിതിനകത്തേക്ക് വേറെ എന്തെങ്കിലും മിനറൽസ്, ലവണങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതിനകത്തൊരു നല്ല രീതിയിൽ കൂടെ വൈദ്യുതി കടന്നു പോകും. ഇതിനെല്ലാം ഒഴിവാക്കി, ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ബാറ്ററീനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വേണ്ടാത്ത കാര്യമാണ്. അതിന് ശരിക്കും ബാറ്ററിക്ക് H2O മാത്രം മതി. അപ്പോൾ ഇവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പ്യുവറായിട്ടുള്ള H2O എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് ഇത് നമ്മൾ 0 എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീറ്ററിൽ നമ്മൾ അളക്കുമ്പം ഇതിനകത്ത് നമുക്ക് 0 കിട്ടുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ബാറ്ററിക്കകത്ത് ഒഴിക്കാനായിട്ട് പാകത്തിനുള്ള വെള്ളമാണെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ തിളപ്പിച്ചിട്ട് ബാറ്ററിക്കകത്ത് വെള്ളം ഒഴിക്കാൻ ശ്രമിച്ചാൽ അതിനകത്ത് ഉപ്പുണ്ടെന്ന് ഇപ്പം വിചാരിക്കുക. ഉപ്പ് നമ്മൾ തിളപ്പിച്ചാൽ എത്ര തിളപ്പിച്ചാലും നമുക്ക് ആ ഉപ്പ് അതിനകത്ത് തന്നെ കിടക്കും. അപ്പോൾ ആ ഉപ്പോടുകൂടി നമ്മൾ എന്നിട്ട് തിളപ്പിച്ചിട്ട് ആ ബാറ്ററിക്കകത്തേക്ക് ഒഴിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് ഓർക്കുക. അപ്പോൾ ഉപ്പ് ചെല്ലത്തില്ല ബാറ്ററിക്കകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഈ മിനറൽസിനെല്ലാം മാറ്റാൻ വേണ്ടി DM, അതായത് ഡീമിനറലൈസ്ഡ് വാട്ടർ എന്നാണ് പറയുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് ശരിക്കും പറയുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു കമ്പനികൾ വർക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിവിടെ വിപണി കിട്ടുന്നതോ ബാറ്ററികൾക്കകത്ത് ഉപയോഗിക്കുന്നതൊന്നും ഡിസ്റ്റിൽഡ് വാട്ടർ അല്ല. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിത് തിളപ്പിച്ചിട്ട് നീരാവി എടുത്തിട്ട് അതിനെ തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഭയങ്കര ചിലവാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്പനികളും അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് ശരിക്കും പോകുന്നില്ല. പക്ഷേ നമുക്ക് ഡീമിനറലൈസ്ഡ്, അതായത് 0 ആയിട്ടുള്ള വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് TDS എന്ന് പറയുന്നാൽ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ് എന്ന് പറയും. അതായത് ഇതിനകത്ത് മൊത്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആ സോളിഡിൻ്റെ അളവാണ്. അതായത് ഇതിൻ്റെ ഇപ്പോൾ നമ്മളൊരു വസ്തുവാണെങ്കിൽ ഭാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത്ര കിലോ, അത് ഭാരം എന്ന് പറയുന്നത് നമുക്കുള്ളൊരു സംഭവമാണ് ഈ TDS എന്ന് പറയുന്നത്. PPM എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെഷീനിൽ നമുക്ക് PPM-ലാണ് വരുന്നത്, നമുക്കിതിൻ്റെ അളവ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇതാണ് മീറ്റർ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാരമാണെങ്കിൽ നമ്മൾ കിലോഗ്രാം എന്ന് പറയില്ല. അപ്പോൾ കിലോഗ്രാം എന്നൊക്കെ അതിൻ്റെ ഒരു അളവുകളുണ്ടല്ലോ. അതായത് എന്ന് പറയുന്നതുകൊണ്ടുള്ള ഒരു അളവുകളാണ് നമുക്കിതിനകത്ത് PPM എന്ന് പറയുന്നത്, പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന ആ ഒരു ഇതിലാണ് നമ്മളിതിൻ്റെ ഒരു അളവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറേ വെള്ളങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള കിണറിലെ വെള്ളമുണ്ട്, അതേപോലെ തന്നെ മഴവെള്ളം, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഓരോന്നിനും ഈ വരുന്ന PPM എത്രയാണെന്നുള്ളത്. നമുക്ക് ബാറ്ററിക്ക് ഒഴിക്കാൻ വേണ്ടത് 0 ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ടോയെന്നുള്ളത് നമുക്ക് ഇതിനകത്തൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കുറേ കുപ്പിക്കകത്ത് ഇവിടെ നമ്മൾ വെള്ളങ്ങൾ എടുത്തിട്ടുണ്ട്, ഓരോ രീതിയിലുള്ള പൈപ്പ് വെള്ളം, കിണർ വെള്ളം, മഴവെള്ളം, ഉറവ വെള്ളം, അങ്ങനെ ഡിസ്റ്റിൽ വാട്ടറുകൾ, അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത്
എല്ലാം ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ പൈപ്പ് വെള്ളം, നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന പൈപ്പിൽ കൂടെ വരുന്ന വെള്ളമുണ്ടല്ലോ, ഇത് പൈപ്പ് വെള്ളമാണ് കേട്ടോ. ഇത് എത്ര കാണിക്കും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ 0 ആണ് കാണിക്കുന്നത്, കണ്ടോ. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇത് കണ്ടോ, 24 ഓക്കെ, പൈപ്പ് വെള്ളത്തിൻ്റെ കണ്ടല്ലോ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ നോക്കുന്ന കിണർ വെള്ളം. അതുകൊണ്ട് ഇത് കിണർ വെള്ളമാണ് കേട്ടോ. കിണറ്റിലെ വെള്ളത്തിൻ്റെ PPM നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, 84, 84 കിണർ വെള്ളത്തിൻ്റെത്. ഓക്കെ, ഓഫ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് മഴവെള്ളം പിടിച്ചതാണിത്, അതൊന്ന് നോക്കാം. ഇതുണ്ടോ, 7 ആണ് കാണിക്കുന്നത് മഴവെള്ളത്തിൻ്റെ, കണ്ടോ 7. ഓഫ് ചെയ്യാം. ഇനി അടുത്തത് മലമുകളിൽ നിന്നൊക്കെ വരുന്ന പോലെ ഉറവ വെള്ളം ഉണ്ടല്ലോ. എൻ്റെ വീട്ടിലുണ്ട് ഇങ്ങനെ ഒരു മലയുടെ മുകളിൽ നിന്ന് വരുന്ന ഒരു ഓലി, അതിനകത്ത് നിന്ന് വരുന്ന ആ വെള്ളമാണേ ഞാൻ വീട്ടിൽ കുടിക്കുന്ന വെള്ളം. ഇതൊന്ന് നോക്കാം. ഇത് കണ്ടോ, 6 ആണ് കാണിക്കുന്നതിനകത്ത്, 6. ഇനി നമുക്ക് മിനറൽ വാട്ടർ, ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് മിനറൽ വാട്ടർ. അതൊരെണ്ണം നോക്കാം. ഒരു സാധാരണ മിനറൽ വാട്ടറാണ് കേട്ടോ. ഇത് അപ്പുറത്തെ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച അതിൻ്റേത് നമുക്കൊന്ന് നോക്കാം എങ്ങനെ വരുമെന്ന്. ഇതിവിടെ ഞെക്കി കഴിയുമ്പോൾ ഇത് ഞാൻ ഹോൾഡ് ചെയ്യുന്ന കേട്ടോ, അല്ലാതെ മാറ്റുന്നൊന്നുമല്ല കേട്ടോ വാല്യൂവേ. ഇത് കണ്ടോ, 41 വരുന്നത്, കാണാവോ, 41. ഇനി നമുക്ക് അടുത്തത് വേറൊരു കമ്പനിയുടെ മിനറൽ വാട്ടറാണ്. ഇച്ചിരി നല്ല ക്വാളിറ്റിയുള്ള മിനറൽ വാട്ടർ കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള, നമ്മുടെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മിനറൽ വാട്ടറാണ്. ഇതിൻ്റെ ഒന്ന് നോക്കാം നമുക്ക്. PPM 0 ആക്കി. ഇത് കണ്ടോ, 78. ഏറ്റവും ക്വാളിറ്റി ആയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ മിനറൽ വാട്ടറാണിത്. അപ്പം മിനറൽ വാട്ടറുകളെല്ലാം നിങ്ങൾ കണ്ടല്ലോ, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്ററിക്കകത്ത് ഒഴിക്കുന്ന ഡിസ്റ്റിൽ വാട്ടറുകൾ നോക്കാം. ഒരു കുറഞ്ഞ ഏറ്റവും ലോക്കലായിട്ട് വരുന്ന ഒരു ഡിസ്റ്റിൽ വാട്ടറാണിത്. ഡിസ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ DM വാട്ടർ കേട്ടോ, ഡീമിനറലൈസ്ഡ് വാട്ടർ. ഡിസ്റ്റിൽ വാട്ടർ നമുക്ക് കിട്ടത്തില്ല. വേണ്ട, 11 കാണിക്കുന്നത്, 11. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ വിലയുള്ളത് നല്ല ക്വാളിറ്റിയാണെന്ന് പറഞ്ഞു വരുന്ന ഒരു മിനറൽ വാട്ടറാണ് അടുത്തത്. ഇത് നമുക്കൊന്ന് നോക്കാം.
ഡിസ്റ്റിൽ വാട്ടറാണേ, മിനറൽ വാട്ടറല്ല. ഇതുണ്ട് 2 ആണ് കാണിക്കുന്നത്. 2 കുറച്ചൊരു ക്വാളിറ്റി കൂടി. ഇനി നമുക്ക് മറ്റൊരു ഡിസ്റ്റിൽ വാട്ടർ ബാറ്ററിക്കകത്ത് ഒഴിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇതൊന്ന് നോക്കാം. സീറോ ആക്കിയിട്ടുണ്ട്. കണ്ടോ, 0 തന്നെ നിൽക്കുന്നത്. ഇതാണ് ഒറിജിനൽ സാധനം. ഇത് വേണം നമ്മൾ ബാറ്ററിക്കകത്ത് ഒഴിക്കാൻ. കണ്ടോ, ഇതിനകത്തൊരു തട്ടിപ്പും വെട്ടിപ്പും ഒന്നും വരും. നേരിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഓക്കെ, അനങ്ങൂല. കണ്ടോ, ശരിക്കും കാണിച്ചു തരാം. ഇതാണ് ഒറിജിനൽ ഡിസ്റ്റിൽ വാട്ടർ. കണ്ടോ, ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെന്നെ കാണിച്ചാൽ ഇതുണ്ടോ, നമുക്ക് അനങ്ങത്തില്ല. ഇത് ഉണ്ടോ, അപ്പം വേറെ സംഭവമൊന്നുമില്ല. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ വേറെ ഒരു വെള്ളം എടുത്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അതുപോലെ അടുപ്പിച്ച് ഇത് കിണർ വെള്ളമാണ്. അത് വർക്കിംഗ് അല്ല, ഇനി മീറ്റർ കേടാതാണോ നിങ്ങൾക്ക് സംശയം വേണ്ട. ഉണ്ടോ, കയറി വരുന്നുണ്ടോ? ഉണ്ടോ, ഉണ്ടോ, 0 വെള്ളത്തിലേക്ക് മുക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടോ വലിയ കാണിക്കുന്നുണ്ടോ? ആ സ്ഥാനത്ത് മറ്റേത് 0 കാണിച്ചത്. അപ്പോൾ അങ്ങനെ 0 കാണിക്കുന്ന സാധനമാണെങ്കിൽ നമ്മുടെ ബാറ്ററിക്ക് യാതൊരു കംപ്ലൈൻറ്റും വരാതെ ദീർഘനാൾ ഓടും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി വേറൊരാൾ ചോദിച്ച ഒരു കാര്യമാണ്, ഈ ബാറ്ററി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നുള്ളത്. അപ്പോൾ ബാറ്ററി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് മിനറൽസ് ഒന്നുമില്ല ബാറ്ററി വെള്ളത്തിനകത്ത്. അതുപോലെ തന്നെ അത് കുടിക്കാൻ യോഗ്യമായ രീതിയിലല്ല അതിൻ്റെ പ്രോസസ്സൊന്നും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടിക്കാതിരിക്കുക, ആരും കുടിക്കാതിരിക്കുക. പിന്നെ കുടിച്ചെന്ന് ഓർത്തുകൊണ്ട് അത്ര പേടിക്കാനോ അല്ലെ ഞാൻ ശാലം ബാറ്ററി വെള്ളം കുടിച്ചു ഇപ്പോൾ തന്നെ മരിച്ചു അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തൊരു ബാറ്ററി വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാലും അങ്ങനെ വലിയൊരു അപകട സാധ്യതയൊന്നും അതിനകത്തുനിന്ന് വരാനായിട്ടില്ല. പിന്നെയുള്ളൊരു കാര്യം, ഈ ബാറ്ററി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ശരിക്കും യാതൊരുവിധ രുചിയും ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് മിനറൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു കഴിവാണ്. നമുക്ക് ഈ മിനറൽസ് എല്ലാം ഉള്ള വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നല്ല സ്വാദ് തോന്നും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഈ മിനറൽസ് ഉള്ള വെള്ളം കുടിക്കാൻ വേണ്ടി കൂടുതൽ പ്രവണത കാണിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള മിനറൽസ് എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റിൽ വാട്ടർ കുടിക്കുമ്പോൾ അതിന് ഭയങ്കര രുചിയാണെങ്കിൽ ആൾക്കാരെല്ലാം പോയി ഡിസ്റ്റിൽ വാട്ടർ മേടിച്ച് കുടിക്കും. ആവശ്യത്തിനുള്ള മിനറൽസ് ആ ശരീരത്തിന് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ വരാതിരിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കഴിവാണ് ഈ നല്ല വെള്ളത്തിന് നല്ല സ്വാദ് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നാവിന് കിട്ടിയിരിക്കുന്ന കഴിവ്. പിന്നെ പലരും ചോദിച്ചൊരു കാര്യമാണ്, മഴവെള്ളം ഈ ബാറ്ററിക്കകത്ത് ഒഴിക്കാൻ ബെറ്റർ ആണോ എന്നുള്ള കാര്യം. അപ്പോൾ മഴവെള്ളം വേണമെങ്കിൽ നമുക്ക് ബാറ്ററിക്കകത്ത് ഒഴിക്കാം. അത്യാവശ്യം നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ വാല്യൂ ഒക്കെ കണ്ടല്ലോ. അപ്പം ഒരു 10 താഴെയൊക്കെയാണെങ്കിൽ നമുക്ക് ഒഴിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല ബാറ്ററിക്കകത്ത്. അപ്പം വളരെ പുത്തനായിട്ട് നിങ്ങൾ എടുത്ത ഉടനെയുള്ള ബാറ്ററികളാണെങ്കിൽ നിങ്ങൾ ഒരു 3-4 വർഷത്തേക്ക് നിങ്ങൾ 0 ഉള്ള വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വേണമെങ്കിൽ മഴവെള്ളമോ അല്ലെങ്കിൽ മറ്റ് വെള്ളങ്ങളോ അല്ലെങ്കിൽ കുറഞ്ഞ വിലയുടെ ഡിസ്റ്റിൽ വാട്ടറുകൾ നിങ്ങൾ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ മഴവെള്ളം നിങ്ങൾ ഒഴിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മഴ പെയ്ത് ആദ്യമത്തെ വരുന്ന വെള്ളത്തിന് അതൊക്കെ ഒരുപാട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊടിപടലങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ ലവണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ച് മഴ പെയ്ത് തീർന്നതിന് ശേഷം പിന്നീട് പെയ്യുന്ന മഴ, അതായത് കുറേ ഒരു മണിക്കൂർ സമയം മഴ പെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്ന മഴ നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. അത് ഒരു മരത്തിലൊന്നും വീഴാതെ നല്ല തുണി കിട്ടിയോ ഏതെങ്കിലും രീതിയിൽ കൂടെ നമ്മൾ പിടിച്ചെടുത്ത് ഒരു കന്നാസിനകത്തോ വല്ലതും വെച്ചിട്ട് വേണമെങ്കിൽ അത്യാവശ്യം ഉപയോഗിക്കാം. പക്ഷേ എങ്കിലും മാക്സിമം നിങ്ങൾ ഈ 0 ഉള്ള ഡിസ്റ്റിൽ വാട്ടർ തന്നെ മേടിച്ച് ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ബാറ്ററിക്ക് അതായിരിക്കും. അപ്പോൾ നമ്മൾ കുടിക്കാനായിട്ടുള്ള വെള്ളം നോക്കുവാണെങ്കിൽ നല്ല മിനറൽ വാട്ടറുകൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ RO ഫിൽറ്റർ ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫിൽറ്റർ ചെയ്തെടുക്കുന്ന നല്ല വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉറവവെള്ളം കിട്ടുവാണെങ്കിൽ ഈ മലയുടെയൊക്കെ മുകളിൽ നിന്നൊക്കെയുള്ള വരുന്ന ഉറവവെള്ളം നല്ലത് കിട്ടുവാണെങ്കിൽ നിങ്ങളത് ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടല്ലേ നല്ല ക്വാളിറ്റിയാണ് അതിനകത്ത്. നമുക്ക് ഒരുപാട് മിനറൽസ് ഒന്നും കാണത്തില്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് മിനറൽസൊക്കെ കിട്ടും, വെള്ളത്തിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്കി ഏത് വെള്ളം എടുത്തെന്ന് പറഞ്ഞാൽ അതെല്ലാം നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് RO ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫിൽറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല, പക്ഷേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല രീതിയിൽ കൂടെ നമുക്കത് അരിച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടാനായിട്ടത് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള വെള്ളം നമ്മൾ കുടിക്കുക. അതുപോലെ തന്നെ ബാറ്ററിക്കകത്ത് ഒഴിക്കുമ്പോഴും
നമ്മൾ ഇതേപോലെ സീറോ ആയിട്ടുള്ള വെള്ളം നിങ്ങൾ മാക്സിമം ഒഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.